ഇതെന്താ സാധനം എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? നമ്മളിവിടെ സൈനാമ്പ എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടോ, നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിക്കുന്ന കണ്ടിട്ട് ഒരു കാക്ക എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വെള്ളം ഇറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിനും കൊടുത്തു കഷ്ണം. അത് കഴിച്ചൊന്നുമില്ല കേട്ടോ. അപ്പം പിന്നെ ലഞ്ചിന് സമയമായപ്പോൾ ചോറ് നല്ല അടിപൊളി സാമ്പാറുണ്ടായിരുന്നു കേട്ടോ. തേങ്ങ ഒന്നും അരക്കാതെ ഉണ്ടാക്കിയ സാമ്പാറാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ സോയാബീനും അതുപോലെ തന്നെ കോളിഫ്ലവറും കൂടിയിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അതും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉപ്പിലിട്ട പച്ചമുളക് ഉണ്ടായിരുന്നു, അതും കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടായി. പിന്നെന്താ, പിന്നെ നമ്മൾ ഒരേ ചിക്കനും മീനും അതൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ഇടയ്ക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നുമല്ലോ. അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിൽ മിക്ക ആൾക്കാർക്കും മീറ്റ് ഐറ്റംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിഷ് ഐറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമാണല്ലേ സ്പെഷ്യലായിട്ട് തോന്നുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക ഫുഡൊക്കെ സ്പെഷ്യൽ തന്നെയാണ്. എല്ലാ ഫുഡിനും അതിൻ്റെതായ സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല സ്പെഷ്യലായിട്ട് തന്നെയാണ് കേട്ടോ തോന്നാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണോ തോന്നാറുള്ളത് എന്തെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.